താരസംഘടനയായ അമ്മയിലെ പൊട്ടിത്തെറിക്ക് പിന്നിൽ കുടുംബമേളയുടെ മറവിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പെന്ന് ആക്ഷേപം. കുടുംബമേള സംഘടിപ്പിച്ചത് വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ സഹായത്തോടെയായിരുന്നു. അതിനിടെ ടിനി ടോമിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നടി അൻസിബയും നിലപാട് കടുപ്പിച്ചു. അൻസിബയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും അമ്മയിൽ കാര്യങ്ങൾ സുതാര്യതയില്ലെന്നും നടൻ കൃഷ്ണയും വിമർശനം ഉന്നയിച്ചു. താരസംഘടനയായ അമ്മയിലെ തർക്കം രൂക്ഷമായതോടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രണ്ട് ചേരിയിൽ തിരിഞ്ഞിരിക്കുകയാണ്. കുടുംബമേളയുടെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. കുടുംബമേളയുടെ സൗണ്ട് സിസ്റ്റം വാടകയ്ക്കെടുത്ത വകയിലും LED വാളിൽ പ്രദർശിപ്പിക്കേണ്ട വീഡിയോ തയ്യാറാക്കിയ വകയിലും വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ഒരു വിഭാഗം പറയുന്നു. എക്സിക്യൂട്ടീവ് അംഗത്തിന്റെ ഭർത്താവിനായിരുന്നു കരാർ നൽകിയിരുന്നത്. കൂടാതെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം സംഗീത പരിപാടിയുടെ പേരിലും വെട്ടിപ്പ് നടത്തിയതായി ആക്ഷേപമുണ്ട്. മുൻവർഷം 4 ലക്ഷം രൂപയ്ക്ക് സംഗീത പരിപാടി അവതരിപ്പിച്ചയാൾക്ക് ഇത്തവണ നൽകിയത് 13,50,000 രൂപയാണ്. കാറ്ററിംഗിന്റെ പേരിലും 5 ലക്ഷം രൂപ തട്ടിയതായി പരാതി വരുന്നു. ഇലക്ഷൻ കമ്മീഷൻ സംഘടിപ്പിച്ച യുവജനങ്ങളെ പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള ക്യാമ്പയിനിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായും ആക്ഷേപമുണ്ട്. 2 എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് അമ്മയുടെ ബാനറിൽ ലക്ഷങ്ങൾ വാങ്ങി ഈ പരിപാടി സംഘടിപ്പിച്ചത്. കുടുംബമേള സംഘടിപ്പിച്ചതിലും പുതിയ വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. 75 ലക്ഷം രൂപയാണ് സ്പോൺസർഷിപ്പായി ദല്ലാൽ നന്ദകുമാർ വാഗ്ദാനം ചെയ്തത്. ഇതിൽ 30 ലക്ഷം രൂപ മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. കമ്മിറ്റിയുടെ കൂടിയാലോചന നടത്താതെ പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ചേർന്നാണ് ദല്ലാൽ നന്ദകുമാറിന്റെ സ്പോൺസർഷിപ്പോടെ പരിപാടി സംഘടിപ്പിച്ചത്. ഇത് സംഘടനയുടെ നിയമാവലിക്ക് എതിരാണ്. ഇതിനിടെ അൻസിബയ്ക്ക് പിന്തുണയുമായി നടൻ കൃഷ്ണയും രംഗത്തെത്തി. ഇപ്പൊ അൻസിബ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ തന്നെ അതിലെന്തൊക്കെയോ അവിടെ കടന്ന് ചീഞ്ഞ് നാറുന്നുണ്ട്. അങ്ങനെ ചീഞ്ഞ് നാറുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിക്കണമെന്ന് അതിന്റെ ട്രൂത്ത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മളെ പോലെ ഭാരവാഹികൾ, ഞങ്ങളെപ്പോലെ മാത്രമല്ല, അവിടെ എത്രയോ പേർക്ക് കൈനീട്ടം കിട്ടുന്നുണ്ട്, എത്രയോ പേരുടെ ജീവിതം അതിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും സിനിമകളൊന്നുമില്ല. അവിടെ എല്ലാവരും നിൽക്കുന്നവരും അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയല്ല, കുറച്ച് വെൽഫെയറും ഉണ്ട്. ആ വെൽഫെയർ മറികടന്ന് വേറെ രീതി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയുള്ള പരിപാടിയല്ല. ടിനി ടോമിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങാനാണ് നടി അൻസിബയുടെ തീരുമാനം. അൻസിബ ഹസൻ ഇന്നലെ നിയമോപദേശം തേടി. പരാതി നിലനിൽക്കുമെന്ന് അൻസിബയ്ക്ക് നിയമോപദേശം ലഭിച്ചിട്ടുമുണ്ട്. നീന കുറുപ്പ് അടക്കമുള്ളവരെ സാക്ഷികളാക്കാനാണ് തീരുമാനം. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.